നമസ്കാരം. 1202 ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടക മാസം 31 അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലം 12 മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചോതി നക്ഷത്രക്കാർക്ക് വ്യാഴം 10ഉം 11ഉം ഭാവങ്ങളിലും ശനി 6ഉം 7ഉം ഭാവങ്ങളിലും രാഹു 5-4 ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാണ്. ജീവിത വിജയം കൈവരിക്കാനായിട്ട് കഠിനാധ്വാനവും അഹോരാത്രം പരിശ്രമിക്കേണ്ടതായിട്ട് വരാം. തൊഴിലില് ഉന്നത സ്ഥാനലബ്ധിയോ ഉയർന്ന ഉയർച്ചയോ അല്ലെങ്കിൽ തൊഴിലില് എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ ഒക്കെ ലഭ്യമാകുന്നുണ്ട്. സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം, നേതൃത്വ പാഠവും ഒക്കെ ലഭിക്കാം. ബിസിനസ്സിലെ പുരോഗതി, ബിസിനസ് ചെയ്യുന്നവർക്ക് പുരോഗതി ഉണ്ടാകാം. തൊഴിൽ രംഗത്ത് പല മാറ്റങ്ങളും വന്നു ചേരുന്നതാണ്. പങ്കാളിയുമായിട്ടുള്ള ഭിന്നതയൊക്കെ അവസാനിക്കുകയും അവരുമായിട്ട് കൂടിച്ചേർന്ന് കുടുംബജീവിതം ഐക്യത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. മാനസികോല്ലാസത്തിനായിട്ട് യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്നൊരു കാലമാണ്. വിദ്യാർത്ഥികൾക്കും ചെറുകിട കച്ചവടക്കാർക്കും ഒക്കെ പുരോഗതി വന്നു ചേരാം. വസ്ത്രാഭരണാദി ലാഭവും അതുപോലെ തന്നെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങാൻ യോഗം കാണുന്നു. വാഹനമുള്ളവർ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങാനൊക്കെ ആയിട്ട് സാധ്യതകളുണ്ട്. പങ്കാളിയുടെ സ്വത്ത്, അത് പൈതൃക സ്വത്ത് അനുഭവയോഗ്യമാകാം. സന്താനങ്ങളെ ആഗ്രഹിച്ചവർക്ക് സന്താന ഭാഗ്യവും, സന്താനങ്ങളെ കൊണ്ട് ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് സന്താനങ്ങളുടെ ഉയർച്ചയിൽ മനസ്സന്തോഷവും വന്നു ചേരുന്നുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങളുടെ വിവാഹം, ജോലി ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നടപ്പിലാകുന്നതാണ്. ഉദരരോഗം, നേത്രരോഗം ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. ജ്വരാദി രോഗങ്ങളൊക്കെ പിടിപെട്ട് ചിലപ്പോൾ നിങ്ങളുടെ ശരീര ആരോഗ്യം തന്നെ നഷ്ടപ്പെടാം. അതുകൊണ്ട് രോഗാരിഷ്ടതകളെ നല്ലതുപോലെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. ഇൻഷുറൻസ്, ഷെയർ ഇത്തരത്തിലുള്ള ആദായം പ്രതീക്ഷിക്കുന്നവർക്ക് അത് ലഭ്യമാകുന്നതാണ്. ഉന്നത വ്യക്തികളായിട്ടുള്ളവരുടെ അഭിപ്രായം മാനിച്ച് ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ വിജയം കണ്ടെത്താൻ സാധിക്കും. മിത്രങ്ങളുടെ സൗഹൃദം കൊണ്ട് നേട്ടങ്ങളും അതുപോലെ തന്നെ തുടങ്ങി വയ്ക്കുന്ന സംരംഭങ്ങളൊക്കെ വിജയത്തിലെത്തിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കർമ്മരംഗം ഉഷാറാവാനായിട്ട് നിങ്ങൾ തന്നെ അഹോരാത്രം പരിശ്രമിക്കുക. നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ തന്നെ ചെയ്തിട്ട് അന്യരെ ഏൽപ്പിക്കാതിരിക്കുക. നമ്മളുടെ ആ ഒരു ശ്രദ്ധയും നമ്മളുടെ ഇടപെടലുകളും ആത്മവിശ്വാസവും മൂലം നമുക്ക് ധാരാളം വിജയം ഈ ഒരു വർഷം നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. ധാരാളം സാമ്പത്തിക നേട്ടങ്ങളും നഷ്ടങ്ങളും പോലെ തന്നെ നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം വർഷ അവസാനത്തോടു കൂടി നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഗുണഫലങ്ങൾക്കായിട്ട് മഹാദേവന് ധാര ചെയ്യാം. പിൻവിളക്ക്, കൂവളമാല അർച്ചന, അതുപോലെ ശനിയാഴ്ച ദിവസം മഹാദേവന് ക്ഷീരധാരയോ ജലധാരയോ ഒക്കെ വഴിപാടായിട്ട് നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും.